തന്നെയും സർക്കാരിനെയും തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനു പിന്നിൽ വിദേശ സഹായം ലഭിക്കുന്ന NGO എന്നും പ്രധാനമന്ത്രി പറയുന്നു. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, വാർത്ത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ. ധന്യ, ഒറീസയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉള്ളത്. അവിടെ കർഷകരുടെ ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് JNU വിഷയത്തിനെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി സംസാരിച്ചത്. ആദ്യമായാണ് മോദി ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു പ്രസ്താവന നടത്തുന്നത്. മോദി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ചായക്കടക്കാരൻ പ്രധാനമന്ത്രിയാകുന്നത് ഇഷ്ടപ്പെടാത്ത പലരുമുണ്ട്. ചില NGOസുകളാണ് നിലവിലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് പിന്നിലുള്ളതും. പല NGOകളും വിദേശ ഫണ്ട് സ്വീകരിക്കുന്നുണ്ട്. ഇവർ അനധികൃതമായി ഇത്തരം ഫണ്ട് സ്വീകരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരോട് ഇതിന്റെ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിന്റെ കണക്ക് തങ്ങൾ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നും നരേന്ദ്രമോദി പറയുന്നു. ഇതിന്റെ പ്രതികാരമായാണ് NGOസുകൾ ഇത്തരത്തിൽ ചില പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടത്തുന്നത്, രാജ്യത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് നരേന്ദ്രമോദിയുടെ വ്യാഖ്യാനം. എന്തായാലും ഏതെങ്കിലും ഒരു വിഷയം പേരെടുത്ത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പും പല രാജ്യത്തെ ശ്രദ്ധിക്കപ്പെട്ട പല വിഷയങ്ങളിലും ഇങ്ങനെ പരോക്ഷമായി കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ മോദിയുടെ ഒരു പതിവാണ്. ധന്യ. സന്തോഷ്, ഏത് സാഹചര്യത്തിൽ എവിടെയായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്? ധന്യ, ഇപ്പോൾ അദ്ദേഹം ഒറീസയിലാണുള്ളത്. ഒറീസയിൽ ഒരു കർഷകരുടെ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് ഈ വിഷയത്തിൽ ഇടപെട്ട് അദ്ദേഹം കാര്യം പറഞ്ഞതും. ആദ്യം കർഷകരുടെ കാര്യങ്ങൾ പറയുകയായിരുന്നു. കാർഷിക അഭിവൃദ്ധിയിലൂടെ മാത്രമേ രാജ്യത്തിന് ഉന്നമനം നേടാനാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ 2020 കർഷകർക്ക് കൂടുതൽ മെച്ചമുണ്ടാകുന്ന തരത്തിൽ സമ്പദ് വ്യവസ്ഥ മാറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്നും മോഡി വ്യക്തമുണ്ടാക്കി. അതിനുശേഷമാണ് നിലവിൽ രാജ്യത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ NGOസുകളാണ് പിന്നിലെന്ന തരത്തിലുള്ള പ്രസ്താവന മോഡി നടത്തിയത്. ഇത്തരത്തിലൊരു പ്രസ്താവനയിൽ NGOs ഏതെങ്കിലും രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങളുണ്ടോ? ധന്യ, ഇതുവരെ ഒരു NGOസും അത്തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ഈ വിഷയം ഇപ്പോൾ മാത്രമേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൂ. ഏതെങ്കിലും NGOകളുടെ പ്രതികരണം ഡൽഹിയിൽ മാധ്യമങ്ങൾ നേടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രതികരണവും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമില്ല. സന്തോഷ് സർലിംഗ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. കനയ്യയുടെ പേരിൽ പ്രചരിച്ച വ്യാജ വീഡിയോയിൽ ദില്ലി പോലീസ് അന്വേഷണം ആരംഭിച്ചു. CTV പുറത്തുവിട്ട വ്യാജ വീഡിയോ ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. കനയ്യക്കെതിരെയുള്ള നടപടികളിൽ വിദേശ സർവകലാശാലകളിലും പ്രതിഷേധം ശക്തമാകുന്നു. BJPയുടെ മാത്രമല്ല രാജ്യത്തെ ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണെന്ന കാര്യം മറക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി പ്രമുഖ മാധ്യമ പ്രവർത്തക വർഖ ദത്ത് നരേന്ദ്രമോദിക്ക് തുറന്ന കത്തയച്ചു. JNU വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ കന്നയ്യ കുമാറിന്റെ പേരിൽ പ്രചരിച്ച വ്യാജ വീഡിയോയിലാണ് ദില്ലി പോലീസ് അന്വേഷണം ആരംഭിച്ചത്. CTV ചാനൽ പുറത്തുവിട്ട ഈ വീഡിയോ ഹാജരാക്കാൻ ദില്ലി പോലീസ് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉത്തരവിട്ട മജിസ്ട്രേറ്റ് തല അന്വേഷണവും ആരംഭിച്ചു. മറ്റൊരു പരിപാടിയിലെ ശബ്ദങ്ങളും ദൃശ്യങ്ങളും കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന ആരോപണത്തിൽ വീഡിയോ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. അതേസമയം കന്നയ്യക്കെതിരെയുള്ള നടപടികളിൽ വിദേശ സർവകലാശാലകളിലും പ്രതിഷേധം ശക്തമാവുകയാണ്. കാലിഫോർണിയ, ലണ്ടൻ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. കന്നയ്യയുടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെട്ടെന്ന് കാണിച്ച് വിദ്യാർത്ഥി സംഘടന ദില്ലി പോലീസ് സൈബർ സെല്ലിൽ പരാതി നൽകി. കന്നയ്യയുടെ ഫേസ്ബുക്ക് പേജിലെ പ്രൊഫൈൽ ചിത്രവും പശ്ചാത്തല ചിത്രവും മാറ്റി ഹാക്കർമാർ ത്രിവർണ്ണ പതാകയുള്ള ചിത്രമിട്ടു. CPIMന്റെ ലോഗോയ്ക്ക് മുന്നിൽ കന്നയ്യകുമാർ നിൽക്കുന്ന പ്രൊഫൈൽ ചിത്രം മാറ്റിയാണ് സൈനികർ ത്രിവർണ്ണ പതാക നാട്ടുന്ന ചിത്രം നൽകിയത്. JNU വിഷയത്തിൽ മൗനം തുടരുന്ന പ്രധാനമന്ത്രിക്ക് പ്രമുഖ മാധ്യമപ്രവർത്തക വർഖ ദത്ത് തുറന്ന കത്തയച്ചു. BJPയുടെ മാത്രം പ്രധാനമന്ത്രിയല്ല മോദിയെന്നും രാജ്യത്തെ ജനപ്രധാനമന്ത്രിയാണെന്ന കാര്യം മറക്കരുതെന്നും ചൂണ്ടിക്കാട്ടിയാണ് വർഖ ദത്ത് മോദിക്ക് കത്തയച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംവരണം ആവശ്യപ്പെട്ട് ജാട്ട് സമുദായം നടത്തുന്ന പ്രക്ഷോഭം രൂക്ഷമാകുന്നു. ദാൻകോട്ട് റെയിൽവേ സ്റ്റേഷൻ പ്രക്ഷോഭകാരികൾ തീയിട്ടു. കുടിവെള്ള കനാൽ പ്രക്ഷോഭകാരികൾ അടച്ചിട്ടതിനാൽ നാളെ ദില്ലിയിൽ സർക്കാർ സ്കൂളുകൾക്കും ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചു. സമുദായ സംവരണം ആവശ്യപ്പെട്ട് ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ ദില്ലിയിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. വൈകുന്നേരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പ്രക്ഷോഭകാരികളുമായി ചർച്ച നടത്തും. OBC പട്ടികയിൽ സമുദായത്തെ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജാട്ട് വിഭാഗം നടത്തുന്ന പ്രക്ഷോഭം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹരിയാനയിലെ 19 ജില്ലകളിലും വ്യാപിച്ച സംഘർഷത്തിൽ നിരവധി റെയിൽവേ സ്റ്റേഷനുകൾ അഗ്നിക്കിരയായി. ദില്ലി ഹരിയാന അതിർത്തിയിലെ ഗുർഗാവിലെ ധ്യാൻകോട്ട് റെയിൽവേ സ്റ്റേഷന്റെ ടിക്കറ്റ് കൗണ്ടർ തീവയ്പിൽ പൂർണ്ണമായും നശിച്ചു. 1000-ഓളം ട്രെയിൻ സർവീസുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തതായി നോർത്ത് റെയിൽവേ അറിയിച്ചു. നിരവധി പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. പെട്രോൾ പമ്പുകളെയും പ്രക്ഷോഭകാരികൾ വെറുതെ വിടുന്നില്ല. ദില്ലിയിലേക്ക് കുടിവെള്ളമെത്തിക്കുന്ന കനാൽ പ്രക്ഷോഭകാരികൾ അടച്ചിരുന്നു.
ഇത് തുറക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദില്ലിയിൽ ജലദൗർലഭ്യം രൂക്ഷമായി. തിങ്കളാഴ്ച മുതൽ വെള്ളം ലഭിക്കില്ലെന്ന് ദില്ലി സർക്കാരും അറിയിച്ചു. അതിനാൽ സർക്കാർ ഓഫീസുകൾക്കും സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി സ്ഥിതിഗതികൾ വിലയിരുത്തി. 49 കമ്പനി അർദ്ധസൈനിക വിഭാഗത്തെ കൂടുതലായി നിയോഗിച്ചതായി ഹരിയാന DGP YP സിംഗൾ അറിയിച്ചു. കൂടാതെ കരസേനാ വിഭാഗത്തെ ഹെലികോപ്റ്റർ മാർഗം എത്തിക്കും. ഇതിനിടയിൽ സമുദായ സംവരണം ആവശ്യപ്പെട്ട് നടക്കുന്ന സമരത്തിന് പിന്തുണയുമായി ഹരിയാന മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡ ദില്ലിയിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് ജാഡ് പ്രക്ഷോഭകാരികൾ തടഞ്ഞു. ഹരിയാനയിലെ മധുര സ്റ്റേഷനിലാണ് ട്രെയിൻ തടഞ്ഞിട്ടിരിക്കുന്നത്. യാത്രക്കാരെ പ്രക്ഷോഭകർ കയ്യേറ്റം ചെയ്തു. ജമ്മുകാശ്മീരിലെ പാംപോരിൽ ഭീകരർ CRPF വാഹനവ്യൂഹത്തിനു നേരെ നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 4 ആയി. 3 CRPF ജവാന്മാരും ഒരു പ്രദേശവാസിയുമാണ് കൊല്ലപ്പെട്ടത്. 11 ജവാന്മാർക്ക് പരിക്കേറ്റു. സർക്കാർ കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന ഭീകരർ CRPF വാഹനവ്യൂഹത്തിനു നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം 3 മണിയോടെയാണ് CRPF വാഹനവ്യൂഹത്തിന് നേരെ തീവ്രവാദികൾ വെടിവെച്ചത്. ജമ്മുകാശ്മീരിലെ പാമ്പോർ നഗരത്തിലായിരുന്നു ആക്രമണം. വെടിവെച്ച ശേഷം തീവ്രവാദികൾ സമീപത്തെ സർക്കാർ പരിശീലന കേന്ദ്രത്തിലേക്ക് ഓടിക്കയറി. ഇവിടെയിരുന്നും CRPFന് നേരെ വെടിയുതിർത്തു. 2 ജവാന്മാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 12 പേർക്ക് പരിക്കേറ്റു. കെട്ടിടത്തിലുണ്ടായിരുന്ന ഒരു പ്രദേശവാസിയെയും തീവ്രവാദികൾ കൊന്നു. പിന്നീട് സൈന്യം സ്ഥലത്തെത്തി തീവ്രവാദികൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തി. കെട്ടിടത്തിലുണ്ടായിരുന്ന 120ഓളം പേരെ ഒഴിപ്പിച്ചു. അർദ്ധരാത്രിയും തീവ്രവാദികൾ നടത്തിയ വെടിവെപ്പിൽ കരസേനാ ക്യാപ്റ്റൻ പവൻകുമാർ കൊല്ലപ്പെട്ടു. തീവ്രവാദികളിൽ 2 പേരെ സൈന്യം വെടിവെച്ചു കൊന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉമ്മൻചാണ്ടിക്കെതിരെ ഒളിയമ്പുമായി രമേശ് ചെന്നിത്തല. കളങ്കിതർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും മുഖ്യമന്ത്രി ആരെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. സാധാരണഗതി കോൺഗ്രസ് അങ്ങനെ ആരെങ്കിലും ഒരാളിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്ട് ചെയ്യാറില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഹൈക്കമാൻഡാണ് അത് തീരുമാനിക്കുക. ആരെ പറ്റിയും ഒരു ധാരണ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കും, ഞാൻ പോലും മത്സരിക്കണമെന്നുള്ള പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അതെല്ലാം പാർട്ടി തീരുമാനിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നു. ചർച്ചകൾക്കായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും നാളെ ദില്ലിയിലെത്തും. ഉമ്മൻചാണ്ടിയും രമേശും കൂടാതെ സുധീരനും മത്സരരംഗത്തുണ്ടായേക്കുമെന്നാണ് സൂചന. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും KPC അധ്യക്ഷനും നാളെ ദില്ലിക്ക് പോകും. സോളാർ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ മുന്നണിയുടെ പ്രതിച്ഛായയെ ബാധിച്ചെന്ന ആക്ഷേപം സുധീരനും ചെന്നിത്തലയ്ക്കുമുണ്ട്. നിലവിലത്തെ സാഹചര്യം സംസ്ഥാന നേതാക്കൾ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കും. സംസ്ഥാനത്തെ നേതാക്കന്മാർക്കിടയിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഗുലാം നബി ആസാദ് റിപ്പോർട്ടും ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. ഈ റിപ്പോർട്ട് കൂടി അടിസ്ഥാനമാക്കിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ മാത്രം ഉയർത്തി കാട്ടേണ്ടതില്ലെന്നും 3 പേരും മത്സരിക്കട്ടെയെന്നും ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത്. നാളെ വൈകിട്ട് 5:30 ദില്ലിയിലാണ് ചർച്ച നടക്കുക. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് VT സതീശൻ റിപ്പോർട്ട് പ്രകാരം നടപടി സ്വീകരിക്കാതെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കരുതെന്ന് KSU. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി ചമഞ്ഞു നടക്കുന്നവർ കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് സംഭാവന ചെയ്തുവെന്ന് KPCC പരിശോധിക്കണമെന്നും KSU കൊല്ലം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ തോൽവിയെക്കുറിച്ച് അന്വേഷിച്ച KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ജില്ലയിൽ നിന്ന് ഇക്കുറിയും ഒരു MLA പോലും UDFന് ഉണ്ടാവില്ലെന്നും ജില്ലയിൽ കോൺഗ്രസ് MLA എന്നത് ദിവാസ്വപ്നമാകുമെന്നും KSU മുന്നറിയിപ്പ് നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാക്കാനുള്ള കാരണം കണ്ടെത്താൻ VD സതീശൻ നടത്തിയ അന്വേഷണം പ്രഹസനമായിരുന്നുവോ എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്നും KSU ജനറൽ സെക്രട്ടറി കുരുവിള ജോസഫ് ആവശ്യപ്പെട്ടു. തോൽവി പഠിക്കാനായിട്ട് കൊല്ലത്ത് വന്ന VD സതീശൻ റിപ്പോർട്ട് നടപ്പാക്കാതെയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇതേ നേതൃത്വത്തെ വെച്ചുകൊണ്ട് കൊല്ലത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ കൊല്ലത്ത് എത്രത്തോളം വിജയിക്കാൻ പറ്റുമെന്ന് KSU സംശയത്തിൻ്റെ സാഹചര്യത്തിൽ നിൽക്കുകയാണ്. 4 ജില്ലകളിൽ തോൽവി വളരെ ആഘാതമുള്ളതായിരുന്നു. അത് പഠിക്കാൻ വേണ്ടി കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളും കോർപ്പറേഷനും എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൊല്ലത്ത് VD സതീശനെ പോലുള്ള ഒരു KPCC ഉപാധ്യക്ഷൻ്റെ റിപ്പോർട്ട് പോലും നടപ്പിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നത് പാർട്ടിക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യുകയില്ല.
സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് നടക്കുന്നവരെ കൊണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് KPCC പരിശോധിക്കണമെന്നും KSU ആവശ്യപ്പെടുന്നു. കൂടുതൽ യുവാക്കളെ സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിക്കണമെന്ന നിർദ്ദേശത്തോട് യോജിക്കുന്നുണ്ടെങ്കിലും അവർ ജനകീയരാണോ എന്നുകൂടി വിലയിരുത്തണമെന്നും ജില്ലാ യോഗത്തിൽ വിമർശനമുയർന്നു. രാജ്കുമാർ, കൊല്ലം. അങ്കമാലി സീറ്റോ മൂവാറ്റുപുഴയോ തങ്ങൾക്ക് വേണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂർ. ഇവയിലൊന്നും ലഭിച്ചില്ലെങ്കിൽ താൻ മത്സരിക്കില്ലെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. അങ്കമാലിയിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്ക് ശക്തമായതിനാൽ ഘടകകക്ഷി സ്ഥാനാർത്ഥിയാണ് ഉചിതമെന്നും അദ്ദേഹം അങ്കമാലിയിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് വെള്ളാപ്പള്ളി നടേശന്റെ പ്രശംസ. ഉമ്മൻചാണ്ടി നല്ല മുഖ്യമന്ത്രിയെന്ന് വെള്ളാപ്പള്ളി. പാമ്പിനെയും പഴുതാരെയും ഒരു കൂടയിലാക്കി കൊണ്ടുപോകാൻ ഉമ്മൻചാണ്ടിക്കായെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അത് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് ഉമ്മൻചാണ്ടി ഇഷ്ടമാണ്. മുഖ്യമന്ത്രി അതിൽ SNDP യോഗത്തെ ഒരുപാട് സഹായിച്ചെന്ന് പറയാം. എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തിൽ ഞങ്ങൾ അവഗണിച്ചിട്ടില്ല. മറ്റവർക്ക് അങ്ങനെയല്ലായിരുന്നു. എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും തരത്തില്ല. പുതുപ്പള്ളിയിൽ ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു. DYFI പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. കൊച്ചി സ്മാർട്ട് സിറ്റി പലവക കച്ചവടത്തിനുള്ള കമ്പോള സ്ഥലമാക്കി മാറ്റിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. സ്മാർട്ട് സിറ്റിയിൽ IT കമ്പനികൾക്കാണ് പ്രാമുഖ്യം നൽകേണ്ടതെന്നും പിണറായി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. തൊഴിലവസരവും സംസ്ഥാനത്തിന്റെ പുരോഗതിയും ഉറപ്പാക്കണമെന്ന ലക്ഷ്യം സർക്കാരിനില്ലെന്നാണ് ആദ്യഘട്ട ഉദ്ഘാടനം നടത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. സ്മാർട്ട് സിറ്റിയുടെ വിസ്തൃതി കുറച്ചത് ഉമ്മൻചാണ്ടിയുടെ പാപ്പരത്വമാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. താൻ വന്നാൽ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും VS ആലുവയിൽ പ്രതികരിച്ചു. നിലവിലുണ്ടായിരുന്ന സ്ഥാപനത്തിൽ 66 ലക്ഷം സ്ഥാപനങ്ങളാണ് നിലനിന്നിരുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത് 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ പാപ്പരത്വം വ്യക്തമാണ്. പിന്നെ ഇതെല്ലാം ഇയാൾ വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്നുള്ള തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്താനാണ് നോക്കുന്നത്. JNU സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്യാമ്പസുകളിൽ പ്രതീകാത്മക രാജ്യസ്നേഹ പരീക്ഷ നടത്താൻ SFI ഒരുങ്ങുന്നു. SFIയുടെ പതാക കൈവശം വെക്കുന്ന വിദ്യാർത്ഥികളെ പോലും ദില്ലിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. രാജ്യമെമ്പാടും SFI പ്രവർത്തകർക്കും ഓഫീസുകൾക്കും നേരെ സംഘപരിവാർ പ്രവർത്തകർ ആക്രമണം വ്യാപിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് രാജ്യസ്നേഹ പരീക്ഷ നടത്തുന്നതെന്ന് SFI ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മനുഷ്യർ ഭരണകൂട ഭീകരതയുടെ ഇരകളാക്കപ്പെടുന്ന നടുക്കുന്ന കഥകളാണ് ദിനംപ്രതി രാജ്യതലസ്ഥാനത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആക്രമികളായ സ്വയം സേവകർക്ക് സംരക്ഷണം കൊടുക്കുകയും പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന പോലീസ് RSS ഭീകരതയുടെ പശ്ചാത്തലത്തിലാണ് പ്രതീകാത്മക രാജ്യസ്നേഹ പരീക്ഷ നടത്താൻ SFI തീരുമാനിച്ചത്. വരുന്ന ഫെബ്രുവരി 23-ന് സംസ്ഥാനത്തെ എല്ലാ കലാലയങ്ങളിലും പരീക്ഷ നടക്കും. വിജയിക്കുന്നവർക്ക് രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. വരുന്ന 26-ാം തീയതി റെഡ് റോസ് റവല്യൂഷൻ എന്ന പേരിൽ ക്യാമ്പസുകളിൽ അസഹിഷ്ണുതയ്ക്കെതിരായ സമരം നടത്തുമെന്നും SFI ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം SFIയുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സഖാക്കളെ അറസ്റ്റ് ചെയ്യുന്നത് SFIയുടെ പതാക ബാഗിൽ വെച്ചു എന്നുള്ള കുറ്റത്തിലാണ്. ബാഗിൽ വെച്ചു SFIയുടെ പതാക എന്നുള്ള കുറ്റത്തിന് സഖാക്കളെ അറസ്റ്റ് ചെയ്ത് 2 മണിക്കൂറിലധികം കസ്റ്റഡിയിൽ വെക്കുന്ന സ്ഥിതിയാണ്. രാജ്യത്താർക്കും ജീവിക്കാനുള്ള സുരക്ഷിതത്വം ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ജയിലിലേക്ക് വന്ന് കിടന്നോളൂ. അവിടെ നിങ്ങൾക്ക് തടവറയിൽ നിങ്ങൾക്ക് എല്ലാ സുരക്ഷിതത്വവും കിട്ടുമെന്ന് പറയുന്നത് പോലെയാണ്. ക്യാമ്പസുകളിൽ SFIയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിക്കാനും കൃഷിയിലൂടെ ലഭിക്കുന്ന പണം സാന്ത്വന കേന്ദ്രങ്ങൾക്ക് കൈമാറാനും SFI തീരുമാനിച്ചു. വാർത്താസമ്മേളനത്തിൽ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു, സംസ്ഥാന ഭാരവാഹികളായ ജെയ്സ് C തോമസ്, M വിജിൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബെർലിൻ ചലച്ചിത്രമേളയിൽ ഒറ്റാലിന് അംഗീകാരം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ ജയരാജ് പീപ്പിൾ TVയോട് പറഞ്ഞു. ലഭ്യമായത് മലയാളികൾക്കുള്ള അംഗീകാരമെന്നും ജയരാജ് പ്രതികരിച്ചു. ബെർലിൻ ചലച്ചിത്രമേളയിൽ ജനറേഷൻ K+ലെ മികച്ച ചിത്രത്തിനുള്ള ക്രിസ്റ്റൽ ബിയർ പുരസ്കാരമാണ് ഒറ്റാലിന് ലഭിച്ചത്. കുട്ടനാട്ടിലെ താറാവ് കർഷകന്റെയും കുട്ടിയുടെയും ജീവിതാവിഷ്കാരമായ ഒറ്റാൽ കഴിഞ്ഞ കേരള രാജ്യാന്തരമേളയിലെ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയിരുന്നു. IFFKയുടെ 2 പതിറ്റാണ്ട് പിന്നിട്ട ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാള ചലച്ചിത്രം സുവർണ ചകോരം സ്വന്തമാക്കിയെന്ന സന്തോഷത്തിനിടെയാണ് ബെർലിൻ രാജ്യാന്തരമേളയിൽ മികച്ച ചിത്രത്തിനുള്ള ക്രിസ്റ്റൽ ബെയർ പുരസ്കാരം നേടി ഒറ്റാൽ മലയാള സിനിമയുടെ അഭിമാനമായത്. മലയാള ഭാഷയ്ക്കുള്ള അംഗീകാരമായിട്ടാണ് ഈ പുരസ്കാരത്തെ കാണുന്നതെന്ന് സംവിധായകൻ ജയരാജ് പീപ്പിൾ TVയോട് പറഞ്ഞു. അപ്പോൾ ഇത് മലയാളത്തിന് കിട്ടിയ ഏറ്റവും വലിയ ആദരവാണ്. ഒരു സിനിമയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മലയാള ജീവിത അന്തരീക്ഷം അല്ലെങ്കിൽ കേരളത്തിൻ്റെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന
വളരെയധികം മനോഹരമായ ജീവിത അന്തരീക്ഷവും അല്ലെങ്കിൽ കുട്ടനാട്ടിലൂടെ നമ്മൾ അത് പറയുന്നു, കുട്ടനാടൻ ജീവിത അവസ്ഥകളിലൂടെ താറാവുകാരിലൂടെ അത് പറയുമ്പോഴൊക്കെ നമ്മളുടെ ഭാഷയും നമ്മളുടെ സംസ്കാരവും ജീവിത അവസ്ഥകളും സംഗീതവും ഒക്കെ ഇതിൻ്റെ അകത്ത് കുറച്ചായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. ഈ ഒരു സിനിമ എന്നുള്ള രീതി മാത്രമല്ല, ഇതൊരു സംസ്കാരത്തിന് കിട്ടിയ, ഭാഷയ്ക്ക് കിട്ടിയ അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദേശീയ പുരസ്കാര ജൂറി കേവലം ഒരു പരിസ്ഥിതി ചിത്രമായി ഒറ്റാലിനെ മാറ്റി നിർത്തിയപ്പോഴാണ് രാജ്യാന്തര തലത്തിലുള്ള പുരസ്കാരങ്ങൾ ഒറ്റാലിനെ തേടിയെത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. നവലോകം പ്രസിഡന്റും മുൻ MLA-യുമായ VN വാസവൻ ജയരാജിനെ കോട്ടയത്തെ വീട്ടിലെത്തി പൂച്ചെണ്ട് നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്വരലയ കൈരളി യേശുദാസ് പുരസ്കാരം ഈ മാസം 25-ന് തിരുവനന്തപുരത്ത് സമ്മാനിക്കും. കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ വാണി ജയറാം, ഉഷ ഉതുപ്പ്, ഔസേപ്പച്ചൻ, ജെറി അമൽദേവ് എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങും. സ്വരലയ ഈണം സുവർണ പ്രതിഭാ പുരസ്കാരം ഡോക്ടർ K. ഓമനക്കുട്ടിക്ക് സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. സ്വരലയ സുവർണ പ്രതിഭാ പുരസ്കാരം 50,000 രൂപയും സ്വർണ്ണപതക്കവും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ്. ഡോക്ടർ K. ഓമനക്കുട്ടിക്ക് ഈ പുരസ്കാരം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്വരലയ കൈരളി യേശുദാസ് അവാർഡ് സമ്മാനിക്കുന്ന ഗന്ധർവസന്ധ്യയ്ക്ക് 25-ന് വൈകിട്ട് 6-നാണ് തിരിതെളിയുക. മലയാളത്തിൻ്റെ മഹാഗായകന്റെ പേരിലുള്ളതാണ് അവാർഡ്. യേശുദാസിനും അവാർഡ് ജേതാക്കൾക്കും നാടിൻ്റെ ആദരവേകി സ്നേഹോപകാരം CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ചടങ്ങിൽ സമ്മാനിക്കും. ടൂറിസം മന്ത്രി AP അനിൽകുമാർ വിശിഷ്ടാതിഥിയായിരിക്കും. സംഗീതത്തിലെ വിവിധ തലമുറകൾ സംഗമിക്കുന്ന ഗന്ധർവസന്ധ്യ കവി ONVക്ക് സ്മരണാഞ്ജലിയായി അർപ്പിക്കുമെന്ന് മുൻ വിദ്യാഭ്യാസ സംസ്കാര വകുപ്പ് മന്ത്രി MA ബേബി പറഞ്ഞു. ഗായകരും നർത്തകരുമായി 100-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന സംഗീത നൃത്തവിരുന്ന് വ്യത്യസ്ത അനുഭവമായി മാറുമെന്ന് കൈരളി TV ഡയറക്ടർ വെങ്കട്ടരാമനും സ്വരലയ കേരള ചാപ്റ്റർ ചെയർമാൻ G. രാജ്മോഹനും ട്രഷറർ ഫിലിപ്പും തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.